സെയിന്റ് ആഞ്ചലോസ് ഫോർട്ട് അഥവാ കണ്ണൂർ കോട്ട എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മൾ വന്നത്. അപ്പോൾ ഏവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. 1505 പോർച്ചുഗീസുകാരാണ് ഈ കോട്ട പണിതത്. ഇതിൻ്റെ കവാടമാണിത്. ഇരുമ്പ് ദണ്ടുകൾ കൊണ്ട് ഭയങ്കര ഉറപ്പിൽ നിർമ്മിച്ചൊരു കവാടം തന്നെയാണത്. ഇവിടുത്തെ ഈ കോട്ട മൊത്തവും ചെങ്കല്ല് കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഈ ഒരു നിർമ്മിതി എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. അപ്പോൾ 1505 പോർച്ചുഗീസുകാർ ഈ കോട്ട പണി കഴിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 150 വർഷത്തോളം പോർച്ചുഗീസുകാർ ഇവിടെ കച്ചവടം നടത്തിയിട്ടുണ്ട്. 1663 ഡച്ചുകാരുടെ കയ്യിലായിരുന്നു പിന്നെ ഈ കോട്ട. ഡച്ചുകാരുടെ കയ്യിൽ നിന്നും പിന്നെ ബ്രിട്ടീഷുകാരും ഇത് പിടിച്ചെടുത്തിരുന്നു. ബ്രിട്ടീഷുകാരുടെ മലബാറിലെ ഏറ്റവും വലിയ സൈനിക താവളം തന്നെയായിരുന്നു ഇത്. ഇന്ന് ഒരുപാട് സിനിമകളിലെ ലൊക്കേഷനായി മാറിയ സ്ഥലമാണിത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നമ്മുടെ മക്കളെയും ഇതുപോലുള്ള സ്ഥലങ്ങളെയൊക്കെ കാണിച്ച് അവർക്ക് ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ത്രികോണാകൃതിയിലാണ് ഈ കോട്ട നിൽക്കുന്നത്. പണ്ട് കാലത്ത് കടൽ മാർഗമുള്ള ആക്രമണങ്ങൾ തടയാൻ വേണ്ടി ഈ മതിലിലെല്ലാം നിറയെ ഹോളുകളും അതേപോലെ തന്നെ പീരങ്കികളും വച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ ശത്രുക്കളെ തടയാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിരുന്നു. ശരിക്കും ഈ കോട്ടയ്ക്ക് ചുറ്റും വെള്ളമാണെന്ന് തന്നെ പറയാം. ഈ കോട്ടയിലേക്ക് കയറാനുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് 20 രൂപ മാത്രമാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണിത്. പോർച്ചുഗീസുകാർ 2 വർഷത്തോളം എടുത്താണ് ഈ കോട്ടയുടെ പണി കഴിപ്പിച്ചത്. സുരേഷ് ഗോപി, ശോഭന എന്നിവർ അഭിനയിച്ച മകൾ എന്ന സിനിമയുടെ ലൊക്കേഷൻ ഇതായിരുന്നു. പിന്നെ അൻവർ എന്ന സിനിമയിലെ ജയിൽ ഇവിടെ ആയിരുന്നു. അതുപോലെ ഒത്തിരി സിനിമകൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഇത്തരം ചരിത്രപരമായ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുന്നത് അവരുടെ പഠനം കുറച്ചുകൂടി എളുപ്പമാകും. ഇന്നത്തെ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ